അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സുബ്ഹാനല്ലാഹ്, ഒരു കുട്ടിന്റെ കരച്ചിലുള്ള കേൾക്കണത്. ഇതിന്റെ അടുത്ത് ആരുമില്ലല്ലോ. ആരാ ഈ കുട്ടിനെ ഇവിടെ കൊടുന്നാക്കി പോയത് ഒറ്റക്ക്? എന്താ ഒരു ആരോരുമില്ലാത്ത ഈ കുഞ്ഞിനെ അള്ളാഹുവിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു.
മജീദ്ക്കാ അക്കരെ ആളുണ്ട് വരുന്നു. എവിടുന്നാ ഇപ്പൊ ഇത്ര രാവിലെ തന്നെ? അതിന്റെ വർത്താനൊന്നും പറയണ്ട. റോട്ടില് മരം വീണ് വണ്ടി ബ്ലോക്കായി. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഈ നേരത്ത് വരുമോ? എന്താ നിങ്ങൾ ഈ കാട്ടണ്? വേഗം തൊഴഞ്ഞാണ് നിങ്ങള്. വരട്ടെങ്ങട്ടെ. ആ അങ്ങനെ തന്നെ. അത് വേഗം കെട്ടിയിട്ട് ഇറങ്ങിയാണെങ്കിൽ എനിക്ക് അർജന്റ് ഉണ്ട്. വേഗം വരി, നമുക്ക് ഒപ്പോട് പോകാം. ഇന്നലത്തെ പരിപാടിയെ അടിപൊളിയായിരുന്നു. നിങ്ങൾ ഇല്ലാത്തോണ്ടല്ലേ നെയ്ച്ചോറ് കൊയ്യൊക്കെ ആയിരുന്നേ. എന്താ മജിദ്ക്ക, ഒരു മനുഷ്യനല്ലേ കിടക്കണ്? വാ പോയോക്കാം. ഒരു സ്ത്രീയാണെന്ന് തോന്നുന്നു. ആ പെണ്ണിനെ കൊണ്ട് 10 ദിവസത്തെ കുളി ഒരുമിച്ചാ കുളിച്ചേ. എന്നാലും പറയാണ്, ഇജ് ചെയ്തത് ഒട്ടും ശരിയായില്ല. ജീവൻ കൊടുക്കാനും എടുക്കാനുള്ള അവകാശം പടച്ചോന് മാത്രമേ ഉള്ളൂ. അത് പടപ്പുകൾക്കില്ല. അത് മറക്കരുത്. ആത്മഹത്യ ഇജ് മരിക്കുന്നതോടുകൂടെ എല്ലാം അവസാനിച്ചു എന്നാ എല്ലാരെയും വിചാരം. പക്ഷെ അതല്ല, അവിടുന്ന് അങ്ങോട്ടാ ജീവിതം. അതാർക്കും അറിയില്ല, ആരും ചിന്തിക്കാറുമില്ല. അത് പടച്ചോന്റെ അടുത്താണ്. തക്കാളി പഴമാണു ഞാൻ, മുന്തിരിങ്ങന്റെ കളറാണു ഞാൻ. എടി അന്നെ തൊട്ടിയല്ലേ ജി ആലളകിടത്. ഈ ചെറിയ തോടിന്റെ അക്കരെ കടക്കാൻ ഇച്ച് കഴിവുണ്ട്. കണ്ണടക്ക് കാണ കഴിവ് കാണോ? ഔ ചിഞ്ഞേറ്റിച്ചിട്ട് ഇഞ്ഞേ ഓണിച്ചു തരടി. ആരും കണ്ടില്ല.
പഠിച്ചന് പാല് പോയി. കുഞ്ഞാലാക്കാക്ക് ഇല്ല പാലല്ലേ? തക്കാളി പഴമാണു ഞാൻ, മുന്തിരിങ്ങന്റെ കളറാണു ഞാൻ. എന്താ പിന്നെ അനക്കിന്റെ ഇഷ്ട? തക്കാളി പഴമാണു ഞാൻ, മുന്തിരിങ്ങന്റെ കളറാണു ഞാൻ. മോക്കരട്ടൊരു പെണ്ണ് വന്ന് ഇഞ്ഞോട് പറഞ്ഞു ഇങ്ങളെ ഇഷ്ടമാണ്. എന്താടാ മഞ്ഞനെ കണ്ടിട്ടില്ലേ? ഇങ്ങളെ ഇഷ്ടമാണ്, ഇങ്ങളെ ഇഷ്ടമാണ്. അപ്പൊ കുട്ടിയെ എന്താടാ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമാണോ? കുഞ്ഞാവിനാ നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമാണോ? നിങ്ങൾക്ക് ഞാൻ ഇഷ്ടമാണോ? എന്താടാ അവിടെ എന്താ നീർച്ചക്കുക? കൊന്തല മംഗലം പരിപ്പോ 12 കുതിരയും തിക്കിട്ട് വടക്കിട്ട് പൈനാം വള്ളിക്കെന്തിന് പോയി പെണ്ണെ അരക്കല്ല ചിരക്കല്ല അഞ്ഞായി എണ്ണ കാച്ചി കുടിച്ചവളെ. അല്ല നിങ്ങക്കിപ്പോ സുലൈമാനി മതിയാവൂലല്ലേ? ആ ബേടക്ക് കേട്ട അസനാര് ഇനി പാല് കൊണ്ടിട്ടില്ല. ഓ ഏതായാലും കുഴപ്പമില്ല. കാഴ്ച കമ്മിട്ടുണ്ടോ? ഏയ് കുഴപ്പമില്ല കുഴപ്പമില്ല. പോകുമ്പോ എന്താ പോയി ശരിക്ക് കാണൂല്ലല്ലോ. അവിടെ കിടക്കട്ടെ. എന്തിൻ്റെ പാടാ പോയി കാഴ്ച. എന്തൊരു ചൂടാ. അല്ല പടച്ചോനെ പള്ളി പയിച്ചിട്ട് 5-6 കോമാങ്ങ ഒന്നിച്ചു തിന്നു ഞാൻ. അല്ല പടച്ചോനെ പള്ളി പയിച്ചിട്ട് 5-6 കോമാങ്ങ അണ്ടിയോടെ തിന്നു ഞാൻ. ഇന്നലെ പാല് അല്ല അസനാരെ ഈ ഏത് അടുപ്പിലായിരുന്നു? അന്റെ പാലിട്ടിട്ടാണ് ഇത് ചായ ഉണ്ടാക്കി കൊടുക്കാൻ. ഞമ്മക്കിത് വിറ്റിട്ടാണേ 10 ഉറുപ്പ്യ ഉണ്ടാക്കാൻ. ഇന്റെ കുഞ്ഞാലിയാക്ക നിങ്ങൾ ഇന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കണം. ഓ എന്താ കോയാക്ക അണ്ടിത്തോട്ടില് അരണാരി ഇരിക്കണു. നിങ്ങൾ ഈ പാലോചിച്ചാണ്ട് പാത്രം മോറിത്തോത്തിന് തന്നാണി. എന്തിനാ അസനാരെ തോത്തണത്? ഇച്ചിങ്ങളെ വിദ്യാഭ്യാസം കേൾക്കാനോ നേരല്ല. ഞാൻ ചെന്നിട്ടാണ് മൂത്താപ്പാക്ക് പെണ്ണാണാൻ പോവാനേ. ആഹാ ഇന്നും പോണുണ്ടോ? അല്ലെങ്കിൽ ഉമ്മറാജിന്റെ പെണ്ണുകാളിൽ ഒരു പുതുമയൊന്നല്ലല്ലോ. ഇന്നലെ പാതിര വരെ അവിടെ ഒച്ചവിളിയും കേട്ടല്ലോ. എന്താപ്പത്? ഓയ് ആവൂ ചിഞ്ഞ പറ്റിച്ചിട്ട് എന്നിട്ടാണ് നിങ്ങൾക്ക് മറ്റൊരുത്തണ്ടേ കൊളത്താന്. വെറുതെ നല്ല നിങ്ങളെ കൊളത്തിന്ന് വിളിച്ചു. അല്ല അസനാരെ അണക്ക് വല്ലതും തടഞ്ഞോ? നിങ്ങളൊന്ന് പോയിക്കാണി കുഞ്ഞാലി വാക്ക നിങ്ങളാ പാത്രം നണിച്ചു പോണം. ആ ഇന്നലെ അവിടെ നല്ല മാറ വന്നിട്ടുണ്ടാവും. ഓയ് അനക്ക് പിന്നെ അതൊക്കെ നോക്കിയൊക്കെയല്ലോ പണി. കായുള്ളവർ അങ്ങനെയൊക്കെ ചെയ്യും. അന്നെപ്പോലുള്ളവർക്കൊക്കെ അതൊക്കെ നോക്കി നിൽക്കാനേ യോഗമുള്ളൂ. അല്ല സനാരെ പാലിലെന്താ തവളപ്പെട്ടല്ലോ? ഔ ചിഞ്ഞ പറ്റിച്ചിട്ട് 2 മാസമായി കായിന്റെ പാല് വന്നിട്ട് എന്നിട്ട് ഇഞ്ച പാലിന് കുറ്റം പറയാൻ നിക്കുക. കാട്ടിക്കാടി നിങ്ങളാ പാത്രം ഇച്ചു വേഗം പോകണം. 100 കൂട്ടം മണിയിലെ മഞ്ഞനാണ് ഞാന്. നിങ്ങളൊരൊലക്ക. ഓന്റെ ഒരു പോക്കേ കുഞ്ഞലി വ്യാക്ക. ഞമ്മളെ മജീദിന്റെ പേരയില് ഏതോ വിരുന്നാർ വന്നിക്കണ്. അതിനെന്തേ? അല്ല ഞാൻ ആ വഴി കൂടി പോന്നപ്പോ നല്ല മൊഞ്ചുള്ളൊരു പെണ്ണ് അവിടെ തുണി കുപ്പായൊക്കെ തോരടും. കുറച്ച് ദൂരത്തായതുകൊണ്ട് മുഖം അങ്ങോട്ട് മനസ്സിലായില്ല. അല്ല ഇനിയിപ്പോ മജീദ് എവിടെന്നെങ്കിലും ചാർച്ചതോ മറ്റോ ആവോ? എടാ പോത്തെ, ആ പെണ്ണ് കെട്ടിയോന്റെ ചവിട്ടും കുത്തും സഹിക്കാൻ പോയത് പുഴയെ ചാടി ചാവാൻ നോക്കിയതാ. പക്ഷെ എത്തിയതോ നമ്മടെ മജീദിന് മുന്നിലാ. ഓ കിന്റെ മുന്നിൽ ചാടിയാ മതിയല്ലോ. അതല്ല എന്നാലും മൂപ്പർക്ക് സുഖായില്ലേ? ഓയ് അന്റെ തൊള്ള പൂട്ടി അവിടെ ഇരുന്നോ? മജീദ് ചായക്ക് വരാൻ നേരായി.
അന്റെ വായന്ന് വല്ലതും വീണതേ ഓന്റെ ചെവി കേട്ടാ മതി. അന്റെ വായല്ലേ പല്ല് മുഴുവൻ ഓൻ താഴെ ഇടും. മജീദിനെ എനിക്കറിയാലോ. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. മര്യാദക്കാണെങ്കിൽ ഓൻ നല്ലോനാണ്. അത് ശരിയാ. ആളൊരു കാട്ടുപോത്താണെങ്കിലും സ്നേഹമുള്ളവനാ. സ്നേഹമുള്ളവനേട്ടാ ആ അണ്ണാച്ചി മുരുകനെ അങ്ങാടി കൂടിയ പട്ടിനെ പോലെ ആട്ടി തച്ചത്. 4 ദിവസവും ചോര തുപ്പിയത്. മൂത്രത്തിന്റെ കാര്യം പിന്നെ പറയും വേണ്ട. ഡാ കോയ, അണ്ണാച്ചീനെ എന്തിനാ മജീദ് അച്ചത്? കുട്ടികൾ തെണ്ടി ഉണ്ടാക്കിയത് ഓൻ കള്ളുടിച്ച് നശിപ്പിക്കും. അറ്റേക്കാണെങ്കിലോ പട്ടിണി. സ്നേഹം ഉണ്ടായോണ്ടാ മജീദ് ഓനെ തച്ചതും ഓൻ ചോര തുപ്പിയതും. ആ ജാതിയല്ല ഉജലി. നിങ്ങളൊക്കെ മജിദിനെ തലയിലും വെച്ച് നന്നോളി. എനിക്ക് ഓനെ പേടില്ല. പക്ഷെ ഓൻ എന്നെ പേടിയാണ്. എന്തിനാ കള്ളായി മാറേ കിടന്ന് കാറിന്? ഔ നമ്മളെ ചെവി പൊന്നായി. ഔ ഇഞ്ഞ പറ്റിച്ചേ. മുതബ ഞാനറിയാതെ പണിക്കരെ പണിക്കരടാ ഈ തൊള്ള പൂട്ടണ ചായില്ലേ? ഇന്ന ശരിയാക്കി തരടാ. എന്ത് പാചരിക്കലോ നിങ്ങൾ മൂത്താപ്പാനെ എറിഞ്ഞൊന്നൂലേ? ആമീന ഗോപിന കോയ ഓയ് ഓയ് കോയ കോയ ഓയ് ഓയ്. എന്താ ആനക്കുട്ടിന്റെ പിന്നാലെ എലിക്കുട്ടി പോയത്? ആനക്ക് ആനന്റെ വലിപ്പം അറിയില്ലല്ലോ.
സാധനം വെച്ചാ വെച്ചോടുത്ത് കാണൂല. ഈ ഇത്താത്തന്റെ പണിയാ ഇതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കുന്നത്. ഇത്താത്ത ഇത്താത്ത ഇത്താത്ത. ഓ ഈ പെണ്ണിനെ കൊണ്ട് തോറ്റു. ദാ വരണോ. ചിരിക്കണണ്ടില്ലേ? എന്താ ശ്രീവിദ്യേ? സ്കൂളിൽ പോവാൻ നേരത്താ പെണ്ണിന്റെ ഒരു പരക്കം പാച്ചില്. എന്താ ശ്രീവിദ്യ എങ്ങനെയാണ് ഒന്നും എന്റെ പുന്നാറ് പെങ്ങളതെ ഒന്ന് അറിഞ്ഞിരിക്കേ. അബൂട്ടി ഈ ഒരു മുസ്ലിം, അശ്വതി ഒരു ഹിന്ദു, പിന്നെ എങ്ങനെ എന്റെ പുന്നാര പെങ്ങളാവുക? അതെ താത്ത, എല്ലാ എന്തൊക്കെയാലും എന്റെ സഹോദരി സഹോദരന്മാരാണെന്ന് പറയാ. അതൊക്കെ അബൂട്ടിക്ക് അറിയാവുന്ന കുടിപോയി. മതി. എത്ര പ്രാവശ്യം പറഞ്ഞാലും അന്റെ തലേ കേറൂല. സ്കൂളിൽ പോവാൻ നേരത്താ പെണ്ണിന്റെ ഒരു പരക്കം പാച്ചില്. എന്തിനാ വിളിച്ചേ? ഓ അതിപ്പോ കിട്ടി. മതി ഈ മതിന്ന്. അവിടെ നിക്ക്. മതി പോട്ടെ താത്ത. കാക്കാ പോവാട്ടാ. പോയി വാ. എടാ പണിക്കരെ, കൊറേ കാലായി ഞാൻ പരക്കം വായിച്ചാൻ തുടങ്ങിയിട്ട്. ഇന്നലെ തിന്ന് നെയ്ച്ചോറും കോയും ഇപ്പൊ എന്റെ പള്ളി കടന്ന് തടച്ചിനെ ഞാൻ കാട്ടിത്തരാം. മൂത്താപ്പാന്റെ എക്കണ്ട പറമ്പൊന്നും നമുക്ക് തികയില്ല. ഇല്ലെങ്കിൽ ഇങ്ങേ 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 ഇങ്ങനെ 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 വിളിച്ചോ. ഔ ഔ ഔ. അല്ല കൊഴപ്പാവോ? ഏയ് അമിന ഗോമിന കുഞ്ഞാമിന. മൂത്താപ്പാക്കൊരു പണി കൊടുക്കണല്ലോ. ഉപ്പിടാ കരുതരാ. ഞാൻ ചോദിക്കണിന്റെ മുന്നേ എന്താ ഇപ്പൊ ഇത് കൊണ്ടുവരാം? സാധാരണ സുലൈമാനെ കിട്ടലുള്ളൂ. ആ അതല്ല, പാല് കുടിച്ചാലേ തടിക്കൊക്കെ ലെവലുണ്ടാവും. പാല് കുടിച്ചാലേ പെണ്ണുങ്ങൊക്കെ നമ്മളെ കാണുമ്പോ ഒരു ഇത്. അത് മുത്തമ്മ ഞാന് പാല് 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 ഇന്നലെ എന്താണ് ഈ ബിലീസ് കടന്ന് കറങ്ങണത്? അത് ശരി, എന്നെ കാണാതെ ഒറ്റക്ക് കുടിക്കലല്ല എന്റെ പണി. വെറുതെ അല്ല ജാനക്കുട്ടി മാതിരി വരുന്നത്. എന്നാ ഞാൻ മുത്തമ്മ കുടിച്ചല്ലേ? കുടിച്ചോ? അല്ലോ ഞാൻ ബാബു തമാശ കൊല്ലല്ലേ. അല്ലോ ഞാൻ ബാബു തമാശ കൊല്ലല്ലേ. അല്ലോ ഞാൻ ബാബു ഇനി കിടക്കണ മന്തിയല്ല. പാല് കുടിച്ചപ്പം ഹുസാനൊക്കെ കൂടിയിരിക്കണ്. ഏതായാലും പാലൊക്കെ കുടിച്ചല്ലോ, ഇനി എല്ലാവർക്കും നമ്മളെ പറ്റും.
പാല് കുടിച്ച് വെച്ചതാ തോന്നുന്നു. അസയാനെ. ഇതൊന്നും കൂടാതെ രണ്ടുപേരും നിൽക്കില്ല. രണ്ടോ മൂന്നോ മൂത്താപ്പ മൂത്താപ്പ ഇങ്ങോട്ട് പോരികളി. പോയങ്ങായി കഴിച്ചിട്ടങ്ങായി. ഇങ്ങോട്ട് പോരി. മൂത്താപ്പ കഴിച്ചട്ടെ എന്നിട്ട് മതിയാണ്. മൂത്താപ്പ പോയി പോയി മുത്തപ്പ പോയി പോയി മുത്തപ്പ. മജീദിക്ക ഏ എന്താ ഇതിക്ക എന്താടാ? നമ്മുടെ അശ്വതി കുട്ടി സ്കൂളിൽ തലകറങ്ങി വീണു. മാഷ്മാരെ ആസ്പത്രി കൊണ്ടുപോയിടെ. എന്തോ കാര്യമായിട്ട് സംഭവിച്ചേക്കണേ. എന്താ കുഞ്ഞുവെക്ക നിങ്ങൾ ഒറ്റക്ക് നിന്നിരിക്കണേ? നിങ്ങൾ കെട്ടോടെ ചത്തോ? കെട്ടിയോളെത്താ ചിരിക്കയ്യ? അല്ല, ഇന്നത്തെ കാലത്ത് അതാണല്ലോ പതിവ്. കെട്ടോളി ചത്താ ചിരിക്കും. ഇന്നാലല്ലേ പുതിയരണത്തിന് തീതനം വാങ്ങി കെട്ടാൻ പറ്റുള്ളൂ. ഓയ്. അതും ശരി തന്നെ. അല്ല കുഞ്ഞുവെക്ക, നമ്മളെ മജീദിന്റെ ഇവിടുത്തെ കുട്ടിന്റെ വല്ല ഭർത്താനുണ്ടോ? അതിന് എന്തോ സൂക്കിടണെന്നാ പറഞ്ഞു കേൾക്കണത്. ആ അസ്സലാമലൈക്കും. വലൈക്കും സലാം. വലൈക്കും സലാം. നിങ്ങളെ ഭർത്താൻ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അല്ല, നിങ്ങളിപ്പോ എവിടുന്നാ വരുന്നത്? അതിന്റെ ഭർത്താൻ ഒന്നും പറയാണ്ടിരിക്കുക നല്ലത്. അശ്വതിക്കുട്ടിനെ മഞ്ചേരി ജില്ലാ ആസ്പത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവേണ്ടി വന്നു. എന്തൊക്കെ ടെസ്റ്റോ സ്കാനിങ്ങോ ഒക്കെ ചെയ്യണമെന്നാ ഡോക്ടർമാർ പറയുന്നത്. എന്നിട്ടെന്തേ? അവിടെ ചെന്നപ്പത്തെ തിരക്ക് ഹൗ നിന്ന് തിരിയാൻ സ്ഥലല്ല. ഒടുക്കൻ ഡോക്ടറെ കണ്ടപ്പോഴല്ലേ കാര്യം അറിഞ്ഞത്. ഓൾ ഹാർട്ടിന് എന്തോ കുഴപ്പമുണ്ടെന്നാ അറിഞ്ഞത്. അർജന്റായി ഒരു ഓപ്പറേഷൻ വേണമെന്നാ പറഞ്ഞത്. അതിന് കായ് ഒരുപാട് വേണമെന്നാ പറഞ്ഞത്. എന്താ ചെയ്യാന്ന് അറിഞ്ഞൂടാ. കായിന്റെ കാര്യത്തിൽ നിങ്ങൾ ബേജാറാവണ്ട. പടച്ചോൻ അതിനൊരു വഴി കാണിച്ചു തരാതിരിക്കൂല. ആ മജീദ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അവിടെ അബുട്ടി ഒറ്റക്കാണ്. ഞാൻ ചെന്നിട്ട് വേണം വല്ലതും വെച്ചുണ്ടാക്കാൻ. നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളി. ആ. ഓൻ ഒറ്റക്കാക്കണ്ട. കണ്ണില്ലാത്ത ചക്കനല്ലേ. ആ ശരി. സലാമലൈക്കും. വലൈക്കും വലൈക്കും അസ്സലാം. സലാം. റബ്ബേ, ഈ ഉസ്താദും മജീദൊക്കെ ആ അനാഥ കുട്ടികൾക്ക് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പാടാ സഹിക്കണത്. ഈ ദുനിയാവിൽ എത്ര പൈസക്കാരുണ്ട്? ആർക്കെങ്കിലും ഇങ്ങനെ തോന്നുന്നുണ്ടോ? ആ പൈസ ഉണ്ടായിട്ട് എന്താ കാര്യം? മനസ്സ് നന്നാവണ്ടേ? അങ്ങനെ കായിലോർക്കൊക്കെ തോന്നിയിരുന്നെങ്കിൽ ആ. എത്ര നന്നായിനി. അല്ലാ, ആ കുട്ടീനെ കാത്തോളണേ.
തിരിച്ചു വരില്ലെന്ന് കരുതിയല്ലേ? ഒരുങ്ങിയിരുന്നോ, ഞാൻ ഇനിയും വരും. ഒരു പക്ഷേ എൻ്റെ കാര്യങ്ങൾ അറിഞ്ഞ നിങ്ങളെല്ലാവരും എന്നെ വെറുക്കും. അത്രയ്ക്കും ശപിക്കപ്പെട്ടവളാണ് ഞാൻ. ഇന്നലെ വീട്ടിൽ വന്നത് എൻ്റെ ഭർത്താവാ, അബ്ബാസ്. അതാണ് അയാളുടെ പേര്. എപ്പോ വേണമെങ്കിലും അയാൾ ഇവിടെ കയറി വരും. ഒരു കാലത്ത് ഞാൻ അയാളെ എൻ്റെ ജീവനേക്കാളേറെ സ്നേഹിച്ചിരുന്നു. എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മുഖത്ത് കരിവാരി തേച്ച് അയാളുടെ കൂടെ ഇറങ്ങി പോകുമ്പോ എൻ്റെ മനസ്സ് നിറയെ സ്വപ്നങ്ങളായിരുന്നു. എന്നാൽ എൻ്റെ സ്വപ്നങ്ങളെല്ലാം ഒരു പളുങ്കു പാത്രം പോലെ തകരുന്നത് ഞാൻ അറിഞ്ഞു. എന്നെക്കാളേറെ അയാൾ സ്നേഹിച്ചത് എൻ്റെ ഉപ്പയുടെ സ്വത്തുക്കളായിരുന്നു. വീട്ടിൽ ചെന്ന് ഉപ്പയോട് പണം വാങ്ങി വരാൻ അയാൾ എന്നെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ ഉപ്പയോട് പണം ചോദിക്കാൻ എനിക്കാവില്ലായിരുന്നു. ഞാൻ പോയില്ല. അതോടെ അയാളുടെ സ്വഭാവം ആകെ മാറി. ബുദ്ധിമാനിയായ ഭർത്താവിന്റെ ക്രൂര പീഡനങ്ങൾ സഹിച്ച് എനിക്ക് മതിയായി. എല്ലാം ഞാൻ ഉള്ളിൽ ഒതുക്കി. ഇതിനിടെ നെഞ്ചു പൊട്ടി മരിച്ച എന്റെ ഉപ്പയെ കാണാൻ പോലും ആ ദുഷ്ട സമ്മതിച്ചില്ല. അതെല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ അയാൾക്ക് മറ്റൊരു ഭാര്യ കൂടെ എന്തെന്നറിഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി. ഒരു ദിവസം രാത്രി ആ സ്ത്രീയെ കഴുത്ത് നെരിച്ച് കൊന്നു കെട്ടിപ്പോക്കുന്നത് ഞാൻ കണ്ടു. അയാളുടെ ക്രൂരത കണ്ട് പേടിച്ചാണ് ഞാൻ രക്ഷപ്പെടാൻ ഓടിയത്. ഏതൊക്കെ വഴിയിലൂടെ എത്ര നേരം ഓടിയെന്നൊന്നും എനിക്കറിയില്ല. ആ പാറക്കെട്ട് കണ്ടപ്പോ എല്ലാം അവസാനിപ്പിക്കാനായിരുന്നു ഞാനത് ചെയ്തത്. പക്ഷേ അബ്ബാസിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഉമ്മർ ഹാജി. പേരിന് ഹാജിയാരാണെങ്കിലും അയാളുടെ സ്വഭാവം വളരെ മോശമായിരുന്നു. അയാളുടെ ശല്യം ഒരുപാട് സഹിച്ചിട്ടുണ്ട്. അന്ന് കടയിൽ വെച്ച് കണ്ടപ്പോഴാണ് അയാൾ ഈ നാട്ടുകാരനാണെന്ന് ഞാൻ അറിയുന്നത്. അന്ന് ആ കാരണം കൊണ്ടാണ് അയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല, കുഴപ്പമില്ല, ക്ലിയറാ. കേട്ടിട്ടെന്നെ കാര്യം. കഴിച്ചിലായി. എന്താ പോയാക്ക സൂചിന്റെ തുളക്ക് വലിപ്പം പോരെ? അതല്ല അസനാരെ, ഈ പണ്ടാറ നൂല് നിവർന്നിക്കണില്ലാന്ന്. നിങ്ങളെ പോലെ തന്നെ ഞങ്ങളാ നൂലും.
ഔ ചിഞ്ഞ പറ്റിച്ചിന്. ആ തിച്ചിനൊന്ന് വെച്ചതാണല്ലോ. തിന്നല് നിങ്ങക്ക് വേണോ? പോയിക്കാ ചോർന്ന്. ഇത് കാട്ടിക്ക. എന്നിട്ടങ്ങള് കുപ്പായം കാണാത്തവരെ മാതിരി നോക്കണു. അല്ല എന്റെ അസൈനാരെ, എന്റെ മൂത്താപ്പനെ സമ്മതിച്ചിക്കണ്. എന്റെ ബാപ്പ കുഞ്ഞാലി തുന്നിയ കുപ്പായ ഇനിയെങ്കിലും മൂപ്പക്ക് ഇതൊന്ന് മാറ്റിക്കൂടെ? ഔ ചിഞ്ഞ പറ്റിച്ചിന്. നിങ്ങളൊന്ന് പൊയ്ക്കാണി. ഒരു കുപ്പായ അടിച്ചിട്ടുണ്ടെങ്കിൽ എത്രങ്ങാനും കായ് വേണം. ആ കായ് ഉണ്ടെങ്കിൽ ഇനി മൂത്താപ്പ വട്ടിക്ക് കൊടുത്തുകൊണ്ട് എത്രങ്ങാനും കായ് ഉണ്ടാക്കും അറിയോ നിങ്ങക്ക്? ഓ മൂപ്പര് പിരിച്ചും പലിശ കൊടുത്തും നടന്നോട്ടെ. ആ മജീദ് മൂപ്പരാൻ തെരഞ്ഞെടുക്കുന്നുണ്ട്. കാര്യത്തിക്കൊള്ളാൻ പറഞ്ഞോളൂ. ഔ ചിഞ്ഞ പറ്റിച്ചിന്. മൂത്താപ്പാനെ തരി മൂത്താപ്പ ആത്തോളും. നിങ്ങള് വേഗം തുന്നിക്കാണി. അത് കിട്ടിയിട്ടാണ് പോകാന്. അല്ല ആര് മജിതോ അന്നെ പറ്റി ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. അപ്പോത്തിന് ഇവിടെ എത്തിയത്. പിന്നെ വീട്ടിലൊക്കെ സുഖാണോ? പിന്നെ നിങ്ങളെ വർത്തമാനം കേൾക്കാനല്ല ഞാൻ വന്നത്. നാട്ടിലെ പെണ്ണുങ്ങളെ വഴിയടക്കാൻ സമ്മതിക്കൂലച്ചാൽ കള്ള ഹാജിയാരെ അജ്ജനാന്നും പറഞ്ഞ് ബോംബെ പോയി മടങ്ങി വന്ന നിങ്ങളൊക്കെ എങ്ങനെ മനുഷ്യ ഹാജിയാരായത്? സൂറന്റെ പുരയിലാ താമസിക്കണത്. ഇനി ഓളെ സ്വീപ്പാക്കിയാലേ ആചാരാണെന്ന് നോക്കൂല, കയ്യും കാലും വെട്ടി പുഴയിലെറിയും. ഓർത്തോ? ഒരു ആചാര് വന്നിക്കണ്. അസ്സലാമു അലൈക്കും. ഹലോ ഹലോ ഹായ് ഹലോ 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 ഹായ്. എന്നിട്ട് എന്തൊക്കെയാ വരുന്നു വയ്യാണ്? ഞങ്ങൾ കുറച്ചേരായി കാത്തുക്കണ്. അതുകൊണ്ട് ചെറിയൊരു കാര്യമുണ്ട്. എന്താ എല്ലാരും കൂടെ പറഞ്ഞോളി, കാര്യങ്ങൾ പറഞ്ഞോളി. അതെ, മജീദിന്റെ വീട്ടിലത്തെ ആ കുട്ടില്ലേ അശ്വതി, ഓ കാടിന് സുഖമായിട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റാണ്. അർജന്റായിട്ട് ഒരു ഓപ്പറേഷൻ വേണം. അതിനാണെങ്കിൽ കുറേ കായും വേണം. മജീദിനെ കൊണ്ട് ഉസ്താദിനെ കൊണ്ട് ഇത്ര വലിയ സംഖ്യ ഉണ്ടാക്കാൻ കഴിയോ? അതും അതുകൊണ്ട് പള്ളി കമ്മിറ്റിയൊക്കെ പാടെ കൂടിയാണ്ട് അവർക്കും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ പിരിവൊക്കെ കൊടുക്കും. അത് ചെയ്താൽ മതി നിങ്ങള്. നമുക്ക് ജാതി മതം എന്നല്ലല്ലോ വലുത്, മനുഷ്യന്റെ ജീവനല്ലേ. ആ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്തുതരാം. ശരി എന്നാ എത്ര വെച്ചാ പറഞ്ഞോളി, ഞാൻ തരാം, പ്രശ്നമല്ല. ആ മാളിയേക്കൽ ബഷീർ അല്ലേ? ആ ആ ആ ഓക്കെ. അപ്പൊ ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറയണം കേട്ടോ. എന്നാ ശരി, ഓക്കെ. സുഹൃത്തുക്കളെ, നിങ്ങളാരും എന്നെ മറന്നിട്ടില്ലല്ലോ. എങ്ങനെ മറക്കാനല്ലേ? പണ്ട് അണ്ണാച്ചി മുരുകനെ പേടിച്ച് ഒരു നേരത്തെ കഞ്ഞയ്ക്ക് വേണ്ടി നിങ്ങളെ മുന്നേ കൈ നീട്ടുന്ന ഈ അബൂട്ടയെ മറക്കാൻ പറ്റുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അന്ന് അണ്ണാച്ചി മുരുകനെ പേടിച്ച, പക്ഷെ ഇപ്പോൾ
എൻ്റെ പെങ്ങൾ അശ്വതി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹാർട്ടിന് സൂക്കറായിട്ട് അഡ്മിറ്റാണ്. 400 സൂക്കർ മാറാൻ വേണ്ടി നാട്ടുകാരൊക്കെ കൂടി പിരിച്ചുണ്ടാക്കുന്ന കാര്യം നിങ്ങൾക്കൊക്കെ അറിയാലോ. എൻ്റെ മരിക്കാൻ ഉപ്പുപ്പയും ഒക്കെ കൂടി കഷ്ടപ്പെട്ട് കാണുമ്പോൾ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? എന്നെക്കൊണ്ട് കഴിഞ്ഞ മാതിരി ഓർക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങാനും പറ്റിയിരുന്നെങ്കിൽ അതൊരു വലിയ കാര്യല്ലേ. അന്നാർക്കണ്ണനും തന്നാതായത് എന്നാണോ പറയാം. അതുകൊണ്ട് എന്നെ കൊണ്ട് കഴിഞ്ഞ മാതിരി ഞാൻ ചെയ്യാം. എന്റെ ചങ്കയെ കുത്തി കുറിച്ചാൽ കുറച്ച് വരിക ഞാൻ അങ്ങനെ മുന്നിൽ പാടാം. നിങ്ങളുടെ കയ്യിൽ തന്നെ 50 നോട്ടൊക്കെ മാറ്റിട്ടേ 1500 നോട്ടേക്ക് ചാക്കിക്കാൻ ഇട്ടോണ്ടോ നമ്മ അശ്വതിക്കുട്ടിയും വേണ്ടിട്ടേ. എന്നാ പാടത്തെ. കണ്ണില്ല പാവം ഇരക്കുന്നീതേ, കണ്ടില്ല ഭാവം നടിക്കരുതേ. കണ്ണില്ല പാവം ഇരക്കുന്നീതേ, കണ്ടില്ല ഭാവം നടിക്കരുതേ. കാഴ്ചയെന്ന റഹ്മത്ത് ഭവിച്ചവരേ, കണ്ണെന്ന നിയമത്ത് ലഭിച്ചവരേ. കാഴ്ചയെന്ന റഹ്മത്ത് ഭവിച്ചവരേ, കണ്ണെന്ന നിയമത്ത് ലഭിച്ചവരേ. കണ്ണില്ല പാവം ഇരക്കുന്നീതേ, കണ്ടില്ല ഭാവം നടിക്കരുതേ. രാവും പകലുമെന്ത് വർണ്ണങ്ങളെന്നാലെന്ത് അറിയാത്ത ലോകത്ത് കഴിയുന്നു ഞാൻ, അറിയാത്ത ലോകത്ത് കഴിയുന്നു ഞാൻ. രാവും പകലുമെന്ത് വർണ്ണങ്ങളെന്നാലെന്ത് അറിയാത്ത ലോകത്ത് കഴിയുന്നു ഞാൻ, അറിയാത്ത ലോകത്ത് കഴിയുന്നു ഞാൻ. കണ്ണില്ലാതുള്ളൊരു മർത്യന്റെ ജീവിതം, കണ്ണില്ലാതുള്ളൊരു മർത്യന്റെ ജീവിതം നടക്കാത്തതാണെന്നു മാമർത്യന്റെ ഹിതം, നടക്കാത്തതാണെന്നു മാമർത്യന്റെ ഹിതം. കണ്ണില്ല പാവം ഇരക്കുന്നീതേ, കണ്ടില്ല ഭാവം നടിക്കരുതേ. പല തുള്ളിപ്പെരുവെള്ളമെന്ന പോലെനിക്കേകു, പലരാലും സഹായത്തിൻ കരങ്ങളുയർത്തു, പലരാലും സഹായത്തിൻ കരങ്ങളുയർത്തു.
പല തുള്ളി പെരുവെള്ളമെന്ന പോലെ എനിക്കേകു പലരാലും സഹായത്തിൻ കരങ്ങളുയർത്തു പലരാലും സഹായത്തിൻ കരങ്ങളുയർത്തു കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ വില എന്തെന്നറിയില്ല കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ വില എന്തെന്നറിയില്ല കണ്ണുള്ളോരാരും എൻ്റെ കൽബൊന്ന് കണ്ടില്ല കണ്ണുള്ളോരാരും എൻ്റെ കൽബൊന്ന് കണ്ടില്ല കണ്ണില്ല പാവം ഈരക്കുന്നിതേ കണ്ടില്ല ഭാവം നടിക്കരുതേ കണ്ണില്ല പാവം ഈരക്കുന്നിതേ കണ്ടില്ല ഭാവം നടിക്കരുതേ കാഴ്ചയെന്ന റഹ്മത്ത് ഭവിച്ചവരേ കണ്ണെന്ന നിയമത്ത് ലഭിച്ചവരേ കാഴ്ചയെന്ന റഹ്മത്ത് ലഭിച്ചവരേ കണ്ണെന്ന നിയമത്ത് ലഭിച്ചവരേ കണ്ണില്ല പാവം ഈരക്കുന്നിതേ കണ്ടില്ല ഭാവം നടിക്കരുതേ അശ്വതിക്കുട്ടിക്ക് ഇപ്പൊ നല്ല സുഖമുള്ള പോലെ തോന്നുന്നുണ്ടില്ലേ ഒക്കെ പടച്ചോൻ ശരിയായിക്കോളും ഞാൻ കേട്ട ശരിയാണോ? ചോദിച്ച കേട്ടില്ലേ? ആ പൂട്ടിന്ന് അങ്ങാടി തണ്ടാൻ പോരുന്നോന്ന് നിന്നോടാ ചോദിച്ചത്. എന്താ നിനക്ക് ഇവിടെ ചോറിന്നാൻ കിട്ടില്ലേ? നീ അങ്ങാടി പോയി തെണ്ടിയിട്ട് വേണോ ഇവിടെ കഞ്ഞി വെക്കാൻ? പറയടാ, പറയാൻ. എന്താ ഈ കാണിക്കണേ? ഈ അങ്ങാടി പോയി തെണ്ടിയിട്ട് വേണ്ട ഇവൾക്ക് മരുന്ന് വാങ്ങാൻ. ഞാൻ എന്നെ മുരുകന്റെ അടുത്ത് കൊടുന്നതേ തെണ്ടാനല്ല, വളർത്താനാ, വളർത്താൻ. എന്നിട്ടും നീ സാരല്ല മോനെ. മജീദേ, ഓനെ തല്ലണ്ടില്ലായിരുന്നു. പാവം ഒരുപാട് വേദനിച്ചിട്ടുണ്ടാവും. നമുക്കൊക്കെ ഓൻ ചെയ്തത് തെറ്റായിന്ന് തോന്നുന്നുണ്ടാവും. പക്ഷെ ഓന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അതാണ് ശരിയെന്ന് തോന്നുന്നു. അങ്ങാടി പോയിങ്ങാണ്ട് ഓൻ മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടിയത് ഓന്റെ പെങ്ങൾക്കും വേണ്ടിയിട്ടാ, നമ്മൾ അശ്വതിക്കുട്ടിക്കും വേണ്ടിയിട്ട്. ഓന്റെ സ്നേഹം മനസ്സിലാക്കണം. പാവം കണ്ടില്ലാത്ത ചെറുക്കനല്ലേ. എന്ത് ഭ്രാന്തായി കാണിക്കണത്? സാരല്ലടാ, ഇക്കാന്റെ അപ്പുറത്തെ വിഷമത്തിന് എന്നെ അടിച്ചതല്ലേ. കരയല്ലേ? നിങ്ങളിന്നു ഞാൻ മൂത്താപ്പാന്റെ മുട്ടയിരിക്കുന്നു.
സന്ധ്യാനേരത്തെ ഇരുന്ന് ഉറങ്ങാണല്ലേ? എനിക്കാണ് ഇവിടുത്തെ പണി കഴിഞ്ഞിട്ട് വേണം വീട്ടിൽ പോയിട്ട് വീണ്ടും ഇങ്ങോട്ട് തന്നെ വരാൻ. ആ പിന്നെ മൂത്താപ്പ അങ്ങാടിന്ന് വരുന്നവരെ ഇത് പട്ടിയും പൂച്ചും തിന്നാൻ നോക്കണം. അല്ലാതെ ഇതിന്റെ മുന്നിൽ ഇരുന്ന് ഉറങ്ങാനാണ് പരിപാടിയെങ്കിലേ മനസ്സിലായില്ല എനിക്ക്. മൂത്താപ്പാന്റെ മുട്ടേ എന്റെ പുറത്താവും. ആ പറഞ്ഞില്ലാന്ന് കണ്ട ഞാൻ പൊട്ടെന്നാല്. മതിരിങ്ങളെ ഉണ്ടി പൊക്കവടിയോ? വേണ്ട, അല്ലെങ്കിൽ വേണ്ട. ഇങ്ങോട്ട് പോരു വേണ്ട. ഇങ്ങോട്ട് പോരു വേണ്ട വേണ്ട. ബജ്ജ ഉണ്ട. എന്തൊരു ചൂട്, മയക്കാറ് മൂടിയിട്ടേ. ഉപ്പ ആ അലക്കാൻ വല്ലതുണ്ടെങ്കിൽ തരി. ആ നോക്കട്ടെ. എന്നാ ഇതുള്ളൂ. ഉം. ആ ഉപ്പ ഏ? ഞാനൊരു കാര്യം ചോദിച്ചാ ഉപ്പ സത്യം പറയോ? എന്താ പറയേ? മജീദ് ഖാനെ കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട്. എന്താ ഇക്കാന്റെ ഉള്ളില്? ഇക്കാന്റെ ആരും അല്ലാത്ത അശ്വതിനെ അബൂട്ടിനെ ഓർത്ത് എന്തിനാ ഇക്കത്ര വിഷമിക്കണേ? സൂറ, ഇജ് മനസ്സിലാക്കിയ സത്യ. ഞമ്മളാരും ആശിക്കണമല്ലല്ലോ പടച്ചോൻ തരിക. മജീദിന്റെ കാര്യത്തിലും പടച്ചോൻ നിശ്ചയിച്ചത് അത് തന്നെ. ഓന്റെ മനസ്സിൽ തീക്കടലാ, തീക്കടല്. എന്റെ മനസ്സില് ഒരുപാട് കാലം കൊണ്ടുനടക്കുന്ന ഒരു രഹസ്യ ഇപ്പൊ എന്നോട് ഈ പറയണത്. പക്ഷേ നീ ഇതാരോടും പറയരുത്. കാരണം ഓനിതറിഞ്ഞാ സഹിക്കാൻ പറ്റിയെന്ന് വരൂല. ഇല്ലുപ്പ, ഞാൻ ആരോടും പറയില്ല. നിങ്ങൾ പറയേ. എന്റെ അടുത്ത കൂട്ടുകാരനായിരുന്നു അബൂബക്കർ. കുറച്ചു ദൂരാണ് എന്റെ വീട്. ഓനും എന്റെ 2 കുട്ടികളും അടങ്ങുന്നതാണ് എന്റെ കുടുംബം. മുനീറും മുംതാസും, അതായിരുന്നു മക്കളെ പേര്. ഞങ്ങൾ തമ്മിൽ ഒരു കുടുംബം പോലെ ആയിരുന്നു കഴിഞ്ഞിരുന്നത്. മജീദിന്റെ കളിക്കൂട്ടുകാരിയായിരുന്നു മുംതാസ്. അത്രക്ക് ഇഷ്ടായിരുന്നു ഓനോളെ. ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു. മുംതാസിനെ മജീദിനെ കൊണ്ട് കെട്ടിക്കണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയായിരുന്നു. മുനീറിന് ദുബായി പോവാൻ വിസ ശരിയായത് പെട്ടെന്നായിരുന്നു. പക്ഷേ അബൂബക്കറിന്റെ കച്ചവടം മോശമായ സമയത്തായിരുന്നു. പണം ഉണ്ടാക്കാൻ ഓൻ കുറേ നോക്കിയെങ്കിലും ഒന്നും ശരിയായില്ല. മുനീറിന്റെ സങ്കടം കണ്ടപ്പോൾ എനിക്ക് വിഷമം തോന്നി. ഓൻ എനിക്ക് മജീദിനെ പോലെ തന്നെയാണല്ലോ.
മുനീർ ഒന്ന് രക്ഷപ്പെട്ട പിന്നെ മജീദിന്റെ കാര്യം ഓ നോക്കിക്കോളൂലോ എന്ന് കരുതി. എന്തായാലും മജീദ് മുംതാസിനെ കെട്ടേണ്ടവനല്ലേ. അങ്ങനെയാണ് എൻ്റെ പുരയിടം പണയപ്പെടുത്തി മുനീറിന്റെ വിസക്കുള്ള പണം ഞാൻ അബൂബക്കറിന് കൊടുത്തത്. മജീദിനും സന്തോഷായിരുന്നു. ഒരു ദുബായിക്കാരനായി വരുന്നത് ഓനും സ്വപ്നം കണ്ടു. ആദ്യമൊക്കെ സ്ഥിരം വരുമായിരുന്ന മുനീറിന്റെ കത്തുകളുടെ എണ്ണം കുറയുന്നത് ഞങ്ങൾ അത്ര കാര്യമാക്കിയില്ല. പണിത്തിരക്ക് കൊണ്ടായിരിക്കുമെന്ന് ഞങ്ങളും കരുതി. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അബൂബക്കറിന് വന്ന മാറ്റം ഞങ്ങൾ മനസ്സിലാക്കി. അബൂബക്കറിന്റെ മാറ്റം ഞങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. എങ്കിലും എല്ലാം ശരിയാവുമെന്ന് ഞങ്ങളും പ്രതീക്ഷിച്ചു. കടം വാങ്ങിയ പൈസക്കും വേണ്ടി പലിശക്കാർ ഞങ്ങളെ നിരന്തരം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ശല്യം സഹിക്കാനാകാതെ ഞാൻ പല പ്രാവശ്യം അബൂബക്കറിനെ ചെന്ന് കണ്ടു. പക്ഷെ ഓരോ ഒഴിവൊഴിവുകൾ പറയാന്നല്ലാണ്ട് പൈസ തന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം മൊയ്തീൻ ഓടി വന്നു. ഉപ്പാ ഉപ്പാ ഇവിടെ ആരുമില്ലേ? ഉപ്പാ, എന്താടാ രാവിലെ തന്നെ വന്ന് ഇങ്ങനെ കാരണത്? നിങ്ങൾ അറിഞ്ഞോ, നമ്മൾ അബൂക്കാന്റെ മോള് മുംതാസിന്റെ നിക്കാണ് നാളെ. മുനീറിന്റെ കൂടെ ദുബായിൽ ഒരുത്തനാ ചെറുക്കൻ. എന്റെ റബ്ബേ, ഇത് കേട്ട പാതി മജീദൊക്കെ അങ്ങോട്ട് പോയിക്കണ്. റബ്ബുൽ തമ്പുരാനെ, ഇറങ്ങി പോടാ നായ എന്റെ പെരേന്ന്. ഇന്റെ മോളെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കെട്ടിച്ചു കൊടുക്കും. അത് ചോദിക്കാ ഈ ആരാ? കണ്ണിക്കണ്ട തെണ്ടിയൊക്കെ വലിഞ്ഞു വരാനുള്ള സത്രല്ല അബൂബക്കറിന്റെ വീട്. തെണ്ടിയോ? എന്ന് എങ്ങക്ക് ആ തെണ്ടിയായത്? ഇപ്പൊ കയ്യില് കുറച്ച് കാശ് വന്നപ്പോ ഈ മജീദ് നിങ്ങക്ക് തെണ്ടിയായില്ലേ? ഇത്രയും കാലം മുംതാസ് എനിക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ നിങ്ങൾ ഉളക്കി തരാത്തത്? അതിന്റെ കാരണം എന്താന്ന് എനിക്ക് അറിയണം. ഉമ്മയും ബാപ്പി ആരെന്നറിയാത്ത അനക്കിന്റെ കുട്ടീനെ കെട്ടിച്ചേരാൻ എനിക്ക് മനസ്സില്ല. അത് തന്നെ. ഇത്രയും കാലായിട്ടും ഇന്റെ വാപ്പ ആരാന്ന് നിങ്ങക്ക് അറിയില്ലല്ലേ? ഈ നാടിന്റെ ഉസ്താദ് നാലാക്കത്ത് സിദ്ദീഖ എന്റെ വാപ്പ. മേലെപ്പുറക്കില് പാത്തുമ്മ എന്റെ ഉമ്മ. അവരെ ഒറ്റ മോനായി മജീദ്. എന്താ പോരെ? നല്ല ചേലായി. നാലാക്കത്ത് സിദ്ദീഖ് എന്റെ ഉപ്പ, മേലെപ്പുറക്കില് പാത്തുമ്മ എന്റെ ഉമ്മ. എന്നാലേ അനക്ക് തെറ്റി. എല്ലാരും എന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ച പേരും നോണ. എടോ, ബൈക്ക് കിടന്ന് ആർക്കോ ഉണ്ടായ കുട്ടിയായി. തന്തയും തള്ളിയില്ലാത്ത എന്നെ വളർത്തിയത് സിദ്ദീഖ്. അത് നമ്മൾ സമ്മതിച്ചു. അല്ലാതെ ഈ ഓന്റെ മോനൊന്നല്ല. സിദ്ദീഖ് എന്റെ ബാപ്പയല്ല. ഇറങ്ങി പോട കള്ള ഹിമാറ ഇവിടുന്ന്. ആറാം പറഞ്ഞു. വേണ്ടടാ, നമുക്ക് ആരും വേണ്ട. ആരൊക്കെ എന്തൊക്കെ വേണേലും പറഞ്ഞോട്ടെ. അന്റെ ഉപ്പ ഈ ഞാൻ തന്നെയാണ്. ഈ നെഞ്ചിലെ ചൂട് കൊണ്ടാ നീ വളർന്നത്. ഈ
തോളിലിരുന്നാ നീ സ്കൂളിൽ പോയത്. എന്റെ പാത്തുമ്മ വാരിത്തുന്ന ചോറുണ്ടാ നീ വലുതായത്. നമുക്ക് ആരില്ലെങ്കിലും പടച്ചോനുണ്ട്, അത് മതി, അത് മതി. എവിടെ നിന്ന് വന്നവൻ ഞാൻ, എവിടേക്കു പോണവൻ ഞാൻ. എവിടെ നിന്ന് വന്നവൻ ഞാൻ, എവിടേക്കു പോണവൻ ഞാൻ. ഞാനൊരു യതീമെന്ന് അറിയുന്നു ഞാൻ, ഞാനൊരു യതീമെന്നു അറിയുന്നു ഞാൻ. റബ്ബേ, ഞാനാരെന്നറിയാത്തവൻ ഞാൻ, ഇതുവരെ ഞാനാരെന്നറിയാത്തവൻ ഞാൻ. എവിടെ നിന്ന് വന്നവൻ ഞാൻ, എവിടേക്ക് പോണവൻ ഞാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്ന ചില മുഖങ്ങൾ സ്വന്തമെന്ന് നിലച്ചവൻ ഞാൻ, സ്വന്തമെന്ന് നിലച്ചവൻ ഞാൻ. ഓർമ്മ വെച്ച നാൾ മുതൽ കാണുന്ന ചില മുഖങ്ങൾ സ്വന്തമെന്ന് നിലച്ചവൻ ഞാൻ, സ്വന്തമെന്ന് നിലച്ചവൻ ഞാൻ. ആരുടെയോ തെറ്റിനാലെ പിറന്നവൻ ഞാൻ, ആരുടെയോ തെറ്റിനാലെ പിറന്നവൻ ഞാൻ. ഈ മണ്ണിൽ മൂഢനായി ജീവിച്ചവൻ ഞാൻ, ഇന്ന് സത്യമെല്ലാം അറിഞ്ഞവൻ ഞാൻ. എവിടെ നിന്ന് വന്നവൻ ഞാൻ, എവിടേക്ക് പോണവൻ ഞാൻ. പാലത്തിനുടയോനെ നിന്നുടെ വഴിയിൽ മാത്രം ചരിച്ചിടാൻ കൊതിക്കുന്നു ഞാൻ, ചരിച്ചിടാൻ കൊതിക്കുന്നു ഞാൻ. പാലത്തിനുടയോനെ നിന്നുടെ വഴിയിൽ മാത്രം ചരിച്ചിടാൻ കൊതിക്കുന്നു ഞാൻ, ചരിച്ചിടാൻ കൊതിക്കുന്നു ഞാൻ. കാലത്തിൻ പ്രയാണത്തിൽ അഹം കാട്ടി ഞാൻ, കാലത്തിൻ പ്രയാണത്തിൽ അഹം കാട്ടി ഞാൻ. സ്വയം മതിമറന്ന് ജീവിച്ചവൻ ഞാൻ, ഇന്ന് റബ്ബേ നിന്നെ അറിയുന്നു ഞാൻ. എവിടെ നിന്ന് വന്നവൻ ഞാൻ, എവിടേക്ക് പോണവൻ ഞാൻ. എവിടെ നിന്നു വന്നവൻ ഞാൻ, എവിടേക്ക് പോണവൻ ഞാൻ. ഞാനൊരു യതീമെന്ന് അറിയുന്നു ഞാൻ, ഞാനൊരു യതീമെന്ന് അറിയുന്നു ഞാൻ. റബ്ബേ, ഞാനാരെന്നറിയാത്തവൻ ഞാൻ, ഇതുവരെ ഞാനാരെന്നറിയാത്തവൻ ഞാൻ.
എവിടെ നിന്നു വന്നവൻ ഞാൻ, എവിടേക്ക് പോണവൻ ഞാൻ. അവൻ എത്തിയമാണെന്നറിഞ്ഞതോടെ അവന്റെ സ്വഭാവം ആകെ മാറി. ഓന്റെ മനസ്സിലെ തീയണക്കാൻ ഞാനും കുറെ ശ്രമിച്ചതാ. പക്ഷേ ഒക്കെ പടച്ചോൻ കാണുന്നുണ്ടാവുമല്ലോ. ഓന്റെ അനുഭവം കൊണ്ടാവും തമിഴ്നാട്ടുകാരനായ അണ്ണാച്ചി മുരുകന്റെ അടുത്ത് നിന്നും അബുട്ടിയെയും അശ്വതിയെയും രക്ഷിക്കാൻ തോന്നിച്ചത്. അങ്ങാടിയിലെ ആട്ടും തുപ്പും കേട്ട് സഹിച്ച കുട്ടികളെ മജീദാണ് രക്ഷിച്ചു കൊണ്ടുവന്നത്. ഇപ്പൊ ആ കുട്ടിയാക്ക് ഓന് സ്വന്തം ഇക്കാക്കയാണ്. ഇജി ചോദിച്ചില്ലേ മജീദ് ആ കുട്ടിയാക്കും വേണ്ടി എന്തിനങ്ങനെ കരയണെന്ന്? അങ്ങനെയും ഓന്റെ കൽബിലെ തീക്കടൽ ഒന്ന് അടക്കിക്കോട്ടെ. ഇത് ഞാൻ ഇതിന്റെ പെണ്ണ്. ഞാൻ ചോദിച്ചു ഇന്റെ പെണ്ണുങ്ങളോട് സ്ഥാനോന്ന്. ഒന്നും തിന്നു കിട്ടിയോ? കിട്ടി. ഈ കവറിലെ സാധനം എത്തണ്ടോടത്ത് അങ്ങോട്ട് എത്തിയ അന്ന സൂയിപ്പാക്കണ പണിക്കരും പിന്നെ എന്റെ പാല് കട്ടുകൂടിക്കണ മൂത്താപ്പന്റെ തുണക്കാരും അവിടേക്ക് വരൂല, അത് ഉറപ്പാണ്. തന്നെ ആ. ഇങ്ങളിന്റെ മുത്താണ്. ഞങ്ങൾക്കൊരു മൂക്കേരട്ടെ. എനിക്ക് എന്റെ വൃത്തിയുടെ മൂക്കൊന്നും വേണ്ട. അതല്ല, പിന്നെ ഒരു മുത്തൻ തരട്ടെ. മുത്തേ മുത്തേ. അണക്ക് തെറ്റി. ആ ജാതിയല്ല കുഞ്ഞലിവി. നായിക്കൊറഞ്ഞ കൈമ്മലാവാതെ നോക്കിക്കോ. തന്നെ 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 പറഞ്ഞാ നിങ്ങക്ക്? എനിക്ക് എന്റെ ഒന്നും വേണ്ട. ഞാൻ പെട്ടതാ. അമീന ബീബിക്ക് ഓരോമനായ മകനായ അസനാര്. അമീന ബീബിക്ക് ഓമന മകനായ സനാര്. പഠിക്കരേ. ഇച്ചു പള്ളറിച്ചും പിന്നെ കുറച്ച് തിന്നാലും കോഴി മത്തിരി തിന്നാനും പിന്നെ എന്റെ പാല് കണ്ടുപിടിച്ചാലും വെറുതെ നോക്കിയോടെ കാട്ടിത്തരടി. കാട്ടിത്തരാ. ചൊറിഞ്ഞിട്ട് നിക്കൂലടി. കണ്ടോ? കണ്ടടി. ജിഞ്ഞ പറ്റിച്ചടേ. വരി ഇങ്ങോട്ട് വരി. ഇവിടുന്നാണ് കൊട്ട ഇന്ന തുടങ്ങിക്കോളി. എന്ത് പണ്ടാറത്? എന്ത് വരാനാ അവിടുത്തെ? അമീന കോമീന കുഞ്ഞാമീന എന്റെ പൊന്നാമീന. അമീന കോമീന കുഞ്ഞാമീന എന്റെ പൊന്നാമീന. ആ പഠിക്കരേ, ഇതോടെ എന്റെ പണി തീരും.
നിങ്ങളെ പേരെന്തെന്ന് അറിഞ്ഞു? മുഹമ്മദ് സയ്യിദ് ബുഹാരി മൂസൽ കാസിം കോയത്തങ്ങൾ. ഇത്ര ചെറിയ പേരാണല്ലോ. കിട്ടണം. എവിടെയായിരുന്നു അബൂക്ക ഇത്ര നേരം? ഞാൻ ഉലകത്തിന് എന്തായിരുന്നു വെച്ചൂട്ടേ? അതാ എന്താ പാചകം കേട്ട് ഉറങ്ങ? ഉറക്കം വരുന്നില്ല. എപ്പോഴും അരുതാത്ത ചിന്തകൾ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊന്നും പറയല്ലേ സ്വരൂട്ടേ. കുറച്ചു ദിവസമായിട്ട് അമ്മേനെ കുറിച്ചുള്ള ഓർമ്മകളാ മനസ്സ് നിറയെ. ആരുമില്ലാത്ത നമ്മളെ ഇവിടെ കൊണ്ടാക്കിയ മജീദിക്കനെ കുറിച്ച് ഓർക്കുമ്പോഴാ അപ്പയ്ക്ക് വിഷമം. സത്യം പറ അബൂക്ക, ഞാൻ മരിച്ചു പോവൂ. എന്തൊക്കെയാ സ്വരൂട്ടേ ഈ പറയാനത്? അങ്ങനെയൊന്നും സ്വപ്നത്തിൽ കൂടി കാണരുത്. അബൂക്ക, നമ്മുടെ പഴയ സ്ഥലത്ത് കൂടെ ഒക്കെ ഒന്ന് കൊണ്ടുപോവോ? അശ്വതി കുട്ടീൻ്റെ എല്ലാ സുഖം മാറ്റാൻ അത് നമുക്ക് ആ പോക്കാലേക്ക് പോട്ടോ. അബൂക്കാന്റെ ആ പാട്ടൊന്ന് പാടിത്തരുമോ? ചിലപ്പോ എനിക്കത് കേക്കാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെയൊന്നും പറയണ്ട സ്വരൂട്ടേ. എനിക്ക് ചെയ്യാതെ പിന്നെ ആരുള്ളത്? ഇക്ക് പാട്. പല തുള്ളിപ്പെരുവെള്ളമെന്ന പോലെനിക്കേകു പലരാലും സഹായത്തിൻ കരങ്ങളുയർത്തു. പലരാലും സഹായത്തിൻ കരങ്ങളുയർത്തു. പല തുള്ളിപ്പെരുവെള്ളമെന്ന പോലെനിക്കേകു പലരാലും സഹായത്തിൻ കരങ്ങളുയർത്തു. പലരാലും സഹായത്തിൻ കരങ്ങളുയർത്തു. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ വില എന്തെന്നറിയില്ല. കണ്ണുള്ളോർക്കൊന്നും കണ്ണിൻ വില എന്തെന്നറിയില്ല. കണ്ണുള്ളോരാരും എൻ്റെ കൽബൊന്ന് കണ്ടില്ല. കണ്ണുള്ളോരാരും എൻ്റെ കൽബൊന്ന് കണ്ടില്ല. കണ്ണില്ല പാവം ഇരക്കുന്നിതേ. കണ്ടില്ല ഭാവം നടിക്കരുതേ. കണ്ണില്ല പാവം ഇരക്കുന്നിതേ. കണ്ടില്ല ഭാവം നടിക്കരുതേ. കാഴ്ചയെന്ന റഹ്മത്ത് ഭവിച്ചവരേ, കണ്ണെന്ന നിഅമത്ത് ലഭിച്ചവരേ. കാഴ്ചയെന്ന റഹ്മത്ത് ലഭിച്ചവരേ, കണ്ണെന്ന നിഅമത്ത് ലഭിച്ചവരേ. കണ്ണില്ല പാവം ഇരക്കുന്നി
കുളിരേ കണ്ടില്ല ഭാവം നടിക്കരുതേ. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അശ്വതി, അശ്വതി, ഇതാ ചായ. എഴുന്നേക്ക്. ചാമ്പൂട്ടി കരയില്ലേ ചാമ്പൂട്ടി കരയില്ല. അവസാനം ഈ പദം ശരിയായില്ല. ഈ കണ്ണു വന്നത് മറ്റേ പോയില്ല. അന്ന് ഓപ്പറേഷൻ ചെയ്ത് ഈ എന്തുകൊണ്ട് പാടിലേക്ക് ഇതിനൊക്കെ ആർക്കും വേണ്ട. എത്ര ദിവസം അങ്ങനെ ഇരിക്കണം, ഒന്ന് പൊട്ടിക്കരഞ്ഞോടങ്ങ്.
അടുക്കരുത്. കള്ളം നായിന്റെ മോനെ മാറി നിക്കടാ. വിടടാ. അബ്ബാസിന്റെ പെണ്ണായത്. വിടൻ. ഇവളെ കൊണ്ടുപോകാൻ അബ്ബാസ് വന്നത്. ആ താത്തനെ വിട്. തടയാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ഇത്രയും ജീവനോട് കാണില്ല. വിടെന്ന് പറഞ്ഞില്ല എന്നോട്. മാറി നിക്കടാ. മാറടാ നായെ. വാടി ഇവിടെ. വിടടാ. മാറടാ. വാടി ഇവിടെ. മാറി നിക്കടാ. വാടി ഇവിടെ. കേറടി വണ്ടിയില്. കേറ്. അബ്ബാസേ, 4 കൊല്ലം മുമ്പ് ഈ സൂറാനെ നിക്കാ ചെയ്തു എന്നുള്ളൊരു ബന്ധം വെച്ച് ഇപ്പൊ ഇവളെ കൊണ്ടാനെ വന്നെച്ചാല് അത് നടക്കൂല. ഓളെന്നെ ഫസ്റ്റ് കല്ലിക്കണേ. ഇസ്ലാമിൽ അങ്ങനെയും ചില നിയമങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പോ സൂറ വാ. ഓഹോ, അപ്പൊ നീയാണ് കടത്തുകാരൻ മജീദ്, അവളുടെ പുതിയ രക്ഷകൻ എന്ന കേട്ടോ. അബ്ബാസ് വന്നത് സൂറാനെ കൊണ്ടുപോകാനാണെങ്കിൽ കൊണ്ടുപോകന്നെ ചെയ്യും. ഒരിക്കലും എന്റെ കിനാവുകൾ കരിഞ്ഞു വീണ കടവാണിത്. ഈ കടവത്ത് നിന്ന് എനിക്ക് സൂറാനെ കിട്ടിയത്. അതിനുശേഷം എന്റെ കിനാക്കൾ വീണ്ടും തളിർത്തു. ഈ കടവ് എന്റെ കിനാവുകളുടെ കടവ. ഇനി അതെല്ലാം തച്ചു താർക്കാനാ ഭാവച്ചാല് തീയായിരിക്കും ഇവിടെ. ജഹന്നത്തിലെ തീയ് കൊണ്ടുപോയി കളയണേ സാധനത്തിന്.
പകലുമെന്ത് വർണ്ണങ്ങളെന്നാലെന്ത് അറിയാത്ത ലോകത്ത് കഴിയുന്നു ഞാൻ, അറിയാത്ത ലോകത്ത് കഴിയുന്നു ഞാൻ. രാവും പകലുമെന്ത് വർണ്ണങ്ങളെന്നാലെന്ത് അറിയാത്ത ലോകത്ത് കഴിയുന്നു ഞാൻ, അറിയാത്ത ലോകത്ത് കഴിയുന്നു ഞാൻ. കണ്ണില്ലാതുള്ളൊരു മർത്യന്റെ ജീവിതം, കണ്ണില്ലാതുള്ളൊരു മർത്യന്റെ ജീവിതം നടക്കാത്തതാണെന്നു മാമർത്യന്റെ ഹിതം, നടക്കാത്തതാണെന്നു മാമർത്യന്റെ ഹിതം. കണ്ണില്ല പാവം ഇരക്കുന്നിതേ, കണ്ടില്ല ഭാവം നടിക്കരുതേ. പല തുള്ളി പെരുവെള്ള